ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ബേസ് സോളിഡ് ആക്കുക, അതായത് ഇങ്ങനത്തെ വൈറ്റ് ബേസ് ആക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഏറ്റവും ഉപകാരമാവും കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് പോവാം. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സോപ്പ്, അതായത് ഈ ട്രാൻസ്പെറൻറ്റ് സോപ്പ് വൈറ്റ് ആക്കുക എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ച ട്രാൻസ്പെറൻറ്റ് സോപ്പ് ബേസാണ്. ഞാൻ ഈ ബേസ് ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മോൾഡിലാണ് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ആ ട്രാൻസ്പെറൻറ്റിനെ എങ്ങനെ വൈറ്റ് ആക്കാം, കാരണം നമ്മളിപ്പോൾ ഒരു കസ്റ്റമർക്ക് ഗോട്ട് മിൽക്ക് അല്ലെങ്കിൽ ഷിയ ബട്ടർ അതേപോലെ തന്നെ കൊക്കനട്ട് മിൽക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്താൽ ആരും വിശ്വസിക്കില്ല. കാരണം ഇത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്, അതായത് സോപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടായിരിക്കണം. വെളിച്ചെണ്ണ ബേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് എങ്ങനെ നമുക്ക് വൈറ്റ് ബേസ് ആക്കാം, അതായത് സോളിഡ് ബേസ് ആക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽ പറയാം കേട്ടോ. അപ്പം നമ്മളുടെ സോപ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോ ഉള്ളത് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്യാൻ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. പുറത്ത് ഗംഭീര മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ മഴ ഉണ്ടോ? ചിലപ്പോൾ കരട് പെടും. അപ്പോൾ ആ കരടിനൊക്കെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇപ്പോൾ മഴക്കാലമല്ലേ, നല്ല കാറ്റൊക്കെ വീശുമ്പോഴേ മേലിട്ടേക്കണ ആസ്പെറ്റോസും ടാർപ്പായൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത് നമ്മളിപ്പോൾ ഉരുകി വന്നില്ലേ, അങ്ങനെ മെൽറ്റായി വരുന്ന ടൈമിൽ വേണം നമ്മൾ മാറ്റി വെച്ച ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഇതിപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്പെറൻറ്റ്, ഇപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടല്ലേ ഇരിക്കണത്, നല്ല ട്രാൻസ്പെറൻറ്റാണ്. പക്ഷെ നമ്മൾ ഇത് മെൽറ്റായി ഒഴിച്ചാൽ, അതായത് നമ്മുടെ ഈ സിങ്ക് ഓക്സൈഡ് ഒഴിച്ചാൽ ഓൾറെഡി ഇത് സോളിഡായി മാറും. നിങ്ങൾ ഈ സോളിഡ് ബേസൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിലൊക്കെ ഷിയ ബട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഗോട്ട് മിൽക്ക് ഉണ്ട് എന്നൊക്കെ? ഒന്നുമില്ല. അവരിത് ചെയ്യണത് ഒന്നുമില്ലെങ്കിൽ വൈറ്റ് കളർ ആഡ് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. കാരണം അത് നമ്മുടെ വലിയ വലിയ കമ്പനിക്ക് അങ്ങനെ കൊടുക്കാൻ മുതലാവില്ല ഇങ്ങനെ ഇത്തരം സാധനങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ട്. കാരണം അൺറിഫൈൻഡറും ഉണ്ട്, റിഫൈൻഡ് ഷിയ ബട്ടറും ഉണ്ട്. അപ്പോൾ റിഫൈൻഡ് ഷിയ ബട്ടറൊക്കെ ഒത്തിരി കോസ്റ്റ്ലിയാണ്. നല്ല ഷിയ ബട്ടർ ആണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്, കായയിൽ നിന്നുള്ള ഒരു ഒരു ബട്ടറാണ്, ഒരു കായയുടെ ഉള്ളിലത്തെ ബട്ടറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇത്രയും കോസ്റ്റ് കുറഞ്ഞ് നമുക്കിവിടെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് ഊണയിക്കുന്ന ആൾക്കാർക്ക് അല്പം ബുദ്ധി, മലയാളികൾ പൊതുവേ ബുദ്ധിമാന്മാരാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ മലയാളികളാണ് ഏറ്റവും പറ്റിക്കപ്പെടുന്നതെന്നുള്ളത് ഇപ്പോഴും നമ്മൾ തിരിച്ചറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഇതിൽ ഷിയ ബട്ടർ ആഡ് ചെയ്യണില്ല. കാരണം എന്താണെങ്കിൽ ഞാൻ അപ്പുറത്ത് കുറച്ച് സോപ്പ് ബേസ് ഉണ്ടാക്കി വെച്ചത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക അതിനെ, ഈ കൊക്കോ ബട്ടർ വെച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുന്നു വേണ്ട. കാരണം ഇത് വെളിച്ചെണ്ണയിലാക്കി കഴിഞ്ഞാൽ യെല്ലോ ഷെയ്ഡിൽ പോവും. അപ്പോൾ എന്താ ചെയ്യണ്ടെങ്കിൽ കുറച്ച് അല്പം വൈറ്റ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ട്രാൻസ്പെറൻസി പോയില്ലോ, ഇതാണ് സംഭവം.
പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ശബ്ദം നിങ്ങൾക്ക് കുറച്ചാവും കേൾക്കുന്നുണ്ടാവുക. സിങ്ക് ഓക്സൈഡ് ചർമ്മത്തിന് ഉപയോഗിക്കുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് നടത്താം. പക്ഷെ നമ്മളിത് സോപ്പിലല്ലേ ചേർക്കുന്നത്, സിങ്ക് ഓക്സൈഡ് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യലല്ലോ. അപ്പോൾ സിങ്ക് ഓക്സൈഡ് നമ്മൾ ചെയ്യണത്, അതായത് 1 കിലോയിലേക്കാണെങ്കിൽ 1 ഗ്രാം മതി കേട്ടോ. നമ്മളിപ്പോൾ 1 ഗ്രാമാണ് എടുത്തേക്കണത്. അത് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് പ്രൊപ്പിലിൻ ഗ്ലൈക്കോൾ എന്ന സിന്തറ്റിക് ഗ്ലിസറിനിലാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മെൽറ്റ് ആൻഡ് പോർ ഇങ്ങനത്തെ സോപ്പ് ബേസാണ് നമ്മൾ സിങ്ക് ഓക്സൈഡ് ചേർത്തണമെങ്കിൽ PG എന്ന പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിലും, അതേപോലെ തന്നെ നമ്മൾ ഓയിൽ കണ്ടൻ്റുള്ള ഓയിൽ സോപ്പാണ് ചെയ്യണമെങ്കിൽ ഈ സിന്തറ്റിക് സിങ്ക് ഓക്സൈഡ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് നമ്മൾ വെളിച്ചെണ്ണയിലുമാണ്. അതായത് വ്യത്യാസങ്ങൾ രണ്ടും, അതായത് നമ്മൾ കോൾഡ് പ്രോസസ്സിങ് ആണ് ചെയ്യണമെങ്കിൽ നമുക്ക് സോപ്പ് വൈറ്റായി കിട്ടാൻ ഇത് മിക്സ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിലും, അതേപോലെ മെൽറ്റ് ആൻഡ് പ്യുവർ സോപ്പ് ബേസിലാണ് നമ്മൾ സിങ്ക് ഓക്സൈഡ് ചേർത്തണമെങ്കിൽ അതിലേക്ക് സിങ്ക് ഓക്സൈഡ് മിക്സ് ചെയ്യേണ്ടത് PHG എന്ന പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിലാണ്. അതുപോലെ തന്നെ സൺക്രീമിലൊക്കെ ഉപയോഗിക്കുന്നതാണ് സിങ്ക് ഓക്സൈഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു, എണ്ണമയം, അധികമായുള്ള എണ്ണമയം, അങ്ങനെ സൺ ടാൻ, അങ്ങനെ ഒട്ടേറെ ഉപകാരമുണ്ട് സിങ്ക് ഓക്സൈഡ് കൊണ്ട്. കാരണം സിങ്ക് ഓക്സൈഡ് നമ്മൾ പല തരത്തിലുള്ള ക്രീമും സിങ്ക് ഓക്സൈഡ് വെച്ചിട്ടാണ് ഉള്ളത്. സാധാരണഗതിയിൽ സിങ്ക് ഓക്സൈഡ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു സുരക്ഷിത ഘടകമാണ്. അതുകൊണ്ട് നമുക്ക് സിങ്ക് ഓക്സൈഡ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. മിക്ക സൺക്രീമിലും ഈ സിങ്ക് ഓക്സൈഡ് ഉണ്ടാവും കേട്ടോ. ദിവസം സിങ്ക് ഓക്സൈഡ് അടങ്ങിയ സൺക്രീം ധരിക്കണത് നമ്മുടെ സൺ ടാൻ, നമ്മുടെ മുഖത്തുണ്ടാവണ ഈ അൾട്രാ വയലറ്റ് രശ്മിയിൽ നിന്നുണ്ടാവണ UV റൈസിൽ നിന്ന് തടയാൻ നമുക്ക് നമ്മുടെ ചർമ്മത്തെ പ്രകോപനം ഇല്ലാതാക്കാൻ നമ്മുടെ സിങ്ക് ഓക്സൈഡ് സഹായിക്കുന്നുണ്ട്. അതായത് സിങ്ക് ഓക്സൈഡ് ഇല്ലാത്ത സൺക്രീമോ അതേപോലെ തന്നെ ക്രീമോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ക്രീം ഉണ്ടാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡ് അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത്രയും ആധികാരികമായിട്ട് പറയണത് അതുകൊണ്ടാണ്. പക്ഷെ നമുക്ക് സോപ്പിലേക്ക് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം ആലോചിക്കുക, നമുക്ക് ട്രാൻസ്പെറൻസി പോയിട്ട് വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിങ്ക് ഓക്സൈഡ് ആഡ് ചെയ്യണത് കേട്ടോ. അതുപോലെ വരണ്ട ചർമ്മമാണെങ്കിൽ ഇത്തിരി മോയ്സ്ചറൈസ് കിട്ടാനും ഒക്കെ നല്ലതാണ് സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ഞാനിതിൽ PG എന്ന പ്രൊപ്പിലിൻ ഗ്ലൈക്കോളാണ് ഇത് സോൾവ് ചെയ്തേക്കണത്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൽ അതേപോലെ കട്ട ഉണ്ടാവും. അപ്പോൾ സോപ്പിൽ അത് അടിഞ്ഞ് കൂടും. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നന്നായി ഈ കംപ്ലീറ്റ് കട്ട ഉടഞ്ഞതിന് ശേഷം ഒരു അരിപ്പ വെച്ച് അതിലേക്ക് അരിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സോപ്പ് ശരിക്കും വൈറ്റ് ബേസായി. ഇതേപോലത്തെ വൈറ്റ് ബേസാണ് നിങ്ങൾ വാങ്ങണത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് കുക്കുംബർ, അതുപോലെ വെള്ളരിക്കയുടെ സോപ്പ്, ഷിയാ ബട്ടറിൻ്റെ സോപ്പ്, അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ബേസിലാണ് കേട്ടോ ഞാൻ പറയണത്. ട്രാൻസ്പെറൻറ്റ് ബേസിൽ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി, നല്ല ഭംഗിയുള്ള. അതുപോലെ കോക്കനട്ട് മിൽക്ക്, അതുപോലെ ജാസ്മിനും ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. കാരണം നല്ല അടിപൊളി അപ്പോൾ വൈറ്റ് സോപ്പ് കിട്ടും. ഓക്കെ, ഇനി ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെല്ലോ ഷെയ്ഡുള്ള ഫ്രാഗ്രൻസ് ഒരിക്കലും ഇതിലേക്ക് യൂസ് ചെയ്യാൻ പാടില്ല. വൈറ്റ് ഷെയ്ഡുള്ള ഫ്രാഗ്രൻസ് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. യെല്ലോ ഷേപ്പിലുള്ള ഫ്രാഗ്രൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഓൾറെഡി ഇത് യെല്ലോ ഷെയ്ഡിലേക്ക് മാറും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുന്നത്തെ ഒരു വീഡിയോയിൽ, വൈറ്റ് ഷെയ്ഡുള്ള ഫ്രാഗ്രൻസ് ഏതാണെങ്കിൽ അത് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴാണ് ഇത് വൈറ്റ് ഷെയ്ഡായിട്ട് തന്നെ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 2 തരം ഫ്രാഗ്രൻസ് ഞാൻ പറഞ്ഞു. അതായത് ഇത് യെല്ലോ ഷെയ്ഡുള്ള ഫ്രാഗ്രൻസ്, ഇത് വൈറ്റ് ഷെയ്ഡിലുള്ള ഫ്രാഗ്രൻസ്. അപ്പോൾ ഇത്തരം ഫ്രാഗ്രൻസ് ഒഴിക്കുമ്പോൾ ഇങ്ങനത്തെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല സോപ്പ് കിട്ടും. കാരണം നിങ്ങൾ കുക്കുംബറൊക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. കുക്കുംബർ ചെയ്യണമെങ്കിൽ സിങ്ക് ഓക്സൈഡ് വരുത്തിയിട്ട് ആമസോണിലൊക്കെ കിട്ടും. സിങ്ക് ഓക്സൈഡ് വരുത്തിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കൂ. അതുപോലെ ഷിയാ ബട്ടറും കോക്കനട്ട് മിൽക്കും ഒക്കെ ചെയ്യണവരാണെങ്കിൽ നിങ്ങൾ ട്രാൻസ്പെറൻറ്റ് ബേസിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. റിസൾട്ട് നിങ്ങൾക്ക്
നല്ല റിസൾട്ട് തരും. കാരണം സിങ്ക് ഓക്സൈഡ് നമ്മുടെ ചർമ്മത്തിന്, കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാ സൺക്രീമിലും എല്ലാ ഫേസ് ക്രീമിലും സിങ്ക് ഓക്സൈഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് വാച്ച് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടൊന്ന് ഫോളോ ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ. നമുക്ക് നല്ല ഇൻഫർമേറ്റീവായ വീഡിയോസായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ, സിങ്ക് ഓക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നന്നായി മിക്സ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. മിക്സ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ബേസ് ഇങ്ങനെ ഒഴിക്കില്ലേ, നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കണ നേരത്തെ ഊറി വരും ലാസ്റ്റ് ഭാഗം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അപ്പുറം ഭാഗം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തിലേക്ക് കംപ്ലീറ്റ് ഫ്രണ്ട്, അതായത് നമ്മുടെ ഇതിപ്പോൾ ബാക്ക് സൈഡാണ്, പൊതിയണ സമയത്ത് ഇത് ബാക്ക് സൈഡാണ്, ഫ്രണ്ട് സൈഡിലേക്ക് സിങ്ക് ഓക്സൈഡ് കംപ്ലീറ്റ് ഊറി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. അതായത് ഒരു തരി പോലും പാടില്ല. കംപ്ലീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ച് അരിപ്പയിൽ തുണി വെച്ച് അതിലേക്ക് അരിച്ചൊഴിച്ചിട്ട് വേണം നമ്മൾ സോപ്പിലേക്ക് ആഡ് ചെയ്യാൻ. അത് മറക്കരുത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അതായത് ഫ്രണ്ട് ഭാഗത്ത് തന്നെ സിങ്ക് ഓക്സൈഡൊക്കെ വന്ന് കട്ട കുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, സിങ്ക് ഓക്സൈഡ് മെൽറ്റൻ പവറിലേക്കാണെങ്കിൽ PG എന്ന പ്രൊപ്പലിൻ ഗ്ലൈക്കോളിലും, കോൾഡ് പ്രോസസ്സിലേക്കാണെങ്കിൽ ഓയിലുമാണ് മിക്സ് ചെയ്യേണ്ടത്. ഓക്കെ.